നമസ്കാരം. ഈ ആഴ്ച, അതായത് ജനുവരി 5 മുതൽ 11 വരെയുള്ള രാശിഫലം നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നറിയാൻ തുടർന്ന് കേൾക്കുക. നക്ഷത്ര വാരഫലം. മേടം രാശിക്കാർ, ഈ ആഴ്ച നിങ്ങൾ നിരവധി സുപ്രധാന തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. ഇതുമൂലം നിങ്ങൾക്ക് സമ്മർദ്ദവും ഉത്കണ്ഠയും നേരിടേണ്ടി വരാം. അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങളുടെ മനസ്സിനെയും ചിന്തയെയും നിയന്ത്രിക്കുക. തീരുമാനമെടുക്കുന്നതിൽ നിങ്ങൾ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ മുതിർന്ന ആളുകളുടെ സഹായം തേടുക. ഈ ആഴ്ച പണം ലഭിക്കാൻ നിങ്ങൾ ചെയ്യുന്ന ഏതൊരു ശ്രമവും നിങ്ങൾക്ക് വിജയം കൈവരിക്കും. കുടുംബത്തിൽ ഐക്യം കൊണ്ടുവരുന്നതിന് നിങ്ങളുടെ പങ്കാളി നിങ്ങളെ സഹായിക്കും. കൂടാതെ ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും സഹായകരമായ പ്രവൃത്തികളും അവർ ചെയ്യും. നിങ്ങളുടെ ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും പെട്ടെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സമ്മാനം ലഭിക്കാനുള്ള സാധ്യത കാണുന്നു. ഇതുകൂടാതെ പുതിയ ബിസിനസ് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും ഈ സമയം നല്ലതായിരിക്കും. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പഠനത്തിന് പകരം വീട്ടിൽ ജോലി ചെയ്യുക എന്നത് കൂടുതൽ ദേഷ്യത്തിലേക്ക് വഴിതിരിക്കാം. ഇടവം രാശിക്കാർ, നിങ്ങളുടെ അധിക ജോലിഭാരം നിങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കും. അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങളുടെ തിരക്കുള്ള ജീവിതത്തിൽ നിന്ന് നിങ്ങൾക്കായി കുറച്ച് സമയം വിശ്രമത്തിനായി മാറ്റിവെക്കുക. ഭൂമി, റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ സാംസ്കാരിക പദ്ധതികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. ഈ സ്കീമുകളിൽ നിക്ഷേപിക്കുന്നത് ഈ സമയം വളരെ നല്ലതാണ്. നിങ്ങളുടെ ചുറ്റുമുള്ളവരുടെ, പ്രത്യേകിച്ച് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പെരുമാറ്റം കാരണം നിങ്ങൾ അല്പം അസ്വസ്ഥരാകാം. ഇത് നിങ്ങളുടെ സമ്മർദ്ദം വർദ്ധിപ്പിക്കാനും അവരുമായി വഴക്കുകൾ ഉണ്ടാക്കാനുള്ള സാധ്യതയും കൂട്ടുന്നു. ചില വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ച പുസ്തകങ്ങൾക്കായി അവരുടെ പണം ചിലവഴിക്കേണ്ടി വരും. അത്തരമൊരു സാഹചര്യത്തിൽ പണത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി മാത്രം ആവശ്യമുള്ള പുസ്തകങ്ങൾ വാങ്ങിക്കുക. മിഥുനം രാശിക്കാർ, നിങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടതാണ്. ഗ്രഹസ്ഥാനം അനുസരിച്ച് ചില വിട്ടുമാറാത്ത രോഗങ്ങൾ കാരണം ഇവർ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. ഇത് ജീവിതത്തിൽ ചില മേഖലകളെ പ്രതികൂലമായി ബാധിച്ചെന്ന് വരാം. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ഈ ആഴ്ച വളരെ മെച്ചപ്പെട്ടേക്കാം. ഈ സമയത്ത് നിങ്ങളുടെ സമ്പത്ത് എല്ലാവിധത്തിലും സൂക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങളുടെ സാമ്പത്തിക വശത്തെ ശക്തിപ്പെടുത്തുന്നതിന് ചില തീരുമാനങ്ങളും ഈ സമയത്ത് എടുക്കേണ്ടി വരും. അതിനാൽ എല്ലാ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും തിടുക്കപ്പെടാതെ, ഒപ്പം ഏതൊരു തീരുമാനവും വളരെയധികം വിവേകത്തോടെ എടുക്കാൻ ശ്രമിക്കുക. വീട്ടിൽ നിന്ന് അകന്നു താമസിക്കുന്ന ജോലിക്കാരോ വിദ്യാർത്ഥികളോ ഈ സമയത്ത് ഏകാന്തത അനുഭവപ്പെട്ടെന്ന് വരാം. അതിനാൽ തന്നെ ഈ സമയം വീട്ടുകാരുമായോ സുഹൃത്തുക്കളുമായോ പുറത്തുപോയോ സമയം ചിലവഴിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ കഠിനാധ്വാനത്തിലൂടെ ജോലി സ്ഥലത്ത് സംസാരിക്കാൻ നിങ്ങൾക്ക് കഴിയും. ഇത് ബിസിനസ്സോ ജോലിയോ ആകട്ടെ, നിങ്ങളുടെ തന്ത്രവും പദ്ധതിയും എല്ലായിടത്തും വിലമതിക്കപ്പെട്ടേക്കാം. കൂടാതെ നിങ്ങളുടെ ചർച്ചകളിൽ മറ്റു ആളുകളും ശ്രദ്ധ ചെലുത്തും. ഇത് നിങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്നതാണ്. ഈ സമയത്ത് വിദ്യാർത്ഥികൾക്ക് അവരുടെ കഠിനാധ്വാനത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമുണ്ട്. അവർക്ക് ജീവിതത്തിലെ ലക്ഷ്യങ്ങളെക്കുറിച്ച് പൂർണ്ണ ബോധമുണ്ടായിരിക്കണം. നിങ്ങളുടെ ക്ലാസ്സിൽ മികച്ച പ്രകടനം നടത്തുമ്പോൾ നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്നും അധ്യാപകരിൽ നിന്നും അഭിനന്ദനം നേടാൻ നിങ്ങൾക്ക് കഴിയും. കർക്കിടക രാശിക്കാർ, നിങ്ങളുടെ ജീവിതത്തിലും സ്ഥലങ്ങളിലും ചിലപ്പോൾ നിങ്ങൾ ബാധിക്കപ്പെട്ടു എന്ന് വരാം. അതിനാൽ ഏത് സാഹചര്യത്തിലും ക്ഷമ പാലിക്കുക, പ്രത്യേകിച്ച് വിഷമകരമായ സാഹചര്യങ്ങൾ. ഈ സാഹചര്യങ്ങളിൽ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഭാവിയെക്കുറിച്ച് ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ ആഴ്ച നിങ്ങളുടെ അപകട സാധ്യതയുള്ള എല്ലാ പദ്ധതികളും നിങ്ങളുടെ പണം നഷ്ടപ്പെടാൻ വഴിയൊരുക്കും. അതിനാൽ അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം കുഴപ്പങ്ങളിൽ അകപ്പെട്ടു എന്ന് വരാം. നിങ്ങളുടെ ചുറ്റുമുള്ള സ്വാധീനമുള്ളവരും പ്രിയപ്പെട്ടവരുമായ ആളുകളുമായി നിങ്ങളുടെ പരിചയം വർദ്ധിപ്പിക്കുന്നതിന് സാമൂഹിക പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നതിനുള്ള ഒരു നല്ല അവസരമാണിത്. മറ്റുള്ളവരെ സ്വാധീനിക്കാനുള്ള നിങ്ങളുടെ കഴിവ് നിങ്ങൾക്ക് ധാരാളം അനുകൂല കാര്യങ്ങൾ കൊണ്ടുവരും. അവിവാഹിതരായ രാശിക്കാർക്ക് ഒരു പുതിയ ജീവിതം ആരംഭിക്കാനുള്ള സുവർണ അവസരം ലഭിക്കാം. ഈ ആഴ്ച നിങ്ങളുടെ ക്ഷമ കുറവായിരിക്കും. അതിനാൽ ജോലി സ്ഥലത്ത് നിങ്ങളുടെ ചിന്തകൾ മറ്റുള്ളവരുടെ മുന്നിൽ പങ്കിടുമ്പോൾ നിങ്ങൾ ആവേശഭരിതരാകാം. അതിനാൽ നിരവധി ആളുകൾ നിങ്ങൾക്ക് എതിരാകാം. കൂടാതെ നിങ്ങളുടെ മേലുദ്യോഗസ്ഥർക്കും നിങ്ങളുടെ ഈ മനോഭാവത്തിൽ അസന്തുഷ്ടത ഉണ്ടാകും. ചിങ്ങം രാശിക്കാർ,
അമിത ഭക്ഷണത്തോടുള്ള നിങ്ങളുടെ അഭിനിവേശം നിങ്ങൾ മാറ്റേണ്ടതുണ്ട്. ആരോഗ്യത്തോടെ തുടരാൻ നിങ്ങൾ പതിവായി വ്യായാമം ചെയ്യുക തന്നെ വേണം. ഈ ആഴ്ച നിങ്ങൾക്ക് സാമ്പത്തിക ജീവിതത്തിൽ ഭാഗ്യത്തിന്റെ പിന്തുണ ലഭിക്കും. എന്നാൽ ഈ സമയത്ത് നിങ്ങൾ ഏതെങ്കിലും നിക്ഷേപം നടത്തേണ്ടതുണ്ടെങ്കിൽ ആദ്യം യാഥാർത്ഥ്യങ്ങൾ വിലയിരുത്തി അതിനുശേഷം മാത്രം നിക്ഷേപിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ പണം കുടുങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ അപൂർവമായി കണ്ടുമുട്ടുന്ന നിങ്ങളുടെ ബന്ധുക്കളുമായോ സുഹൃത്തുക്കളുമായോ ആശയവിനിമയം നടത്താൻ സാധിക്കും. നിങ്ങളുടെ പഴയ ബന്ധങ്ങൾ പുനർവികസിപ്പിക്കുന്നതിനും ഈ സമയം മെച്ചപ്പെട്ടതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ചില നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെ പല വിഷയങ്ങളും മനസ്സിലാക്കുന്നതിലെ എല്ലാത്തരം ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് ഈ ആഴ്ച മാറിക്കിട്ടാൻ സാധ്യതയുണ്ട്. കന്നി രാശിക്കാർ. ഈ രാശിക്കാർക്ക് ആരോഗ്യത്തിന്റെ കാര്യത്തിൽ നല്ലൊരു ആരംഭമായിരിക്കും. കാരണം ഈ കാലയളവിൽ നിങ്ങളുടെ ആരോഗ്യത്തിൽ ഗുണപരമായ മാറ്റങ്ങൾ ലഭിക്കും. ഈ ആഴ്ച നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാം. അതുപോലെ നിങ്ങളുടെ പണം സൗജന്യമായി ചെലവഴിക്കാനും മറ്റുള്ളവർക്കൊരു പാട്ട് നൽകാനും പദ്ധതിയിട്ടേക്കാം. എന്നിരുന്നാലും ഈ സമയത്ത് ധൃതിയിൽ എന്തെങ്കിലും ചെയ്യുന്നത് ഒഴിവാക്കുക. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ പണം പാഴാക്കേണ്ടി വന്നേക്കാം. അത് പിന്നീട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഏർപ്പെടുത്തിയേക്കാം. നിങ്ങൾ കുടുംബാംഗങ്ങളെ സംശയിക്കുന്നത് ഒഴിവാക്കുക. അവരുടെ ഉദ്ദേശങ്ങളെക്കുറിച്ച് തിടുക്കത്തിൽ തീരുമാനമെടുക്കുകയും വേണം. അവർ എന്തെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദത്തിലായിരിക്കാനും അവർക്ക് നിങ്ങളുടെ സഹതാപവും വിശ്വാസവും ആവശ്യമായ ഒരവസ്ഥയുമായിരിക്കും ഇത്. ജോലിയും അധിക ഉത്തരവാദിത്തങ്ങളും നിങ്ങൾക്ക് ഈ ആഴ്ച ചില സമ്മർദ്ദങ്ങൾ തന്നേക്കാം. അതുമൂലം നിങ്ങൾ ചില തെറ്റുകൾ വരുത്തിയേക്കാം. അത് നിങ്ങളുടെ ജോലിയെ പ്രതികൂലമായി ബാധിക്കും. തുലാം രാശിക്കാർ. ഈ രാശിക്കാരുടെ ആരോഗ്യ ജീവിതം വളരെ മികച്ചതായിരിക്കും. ഈ സമയത്ത് നിങ്ങൾക്ക് അനാവശ്യമായ ആശങ്കകൾ നൽകുന്ന ആളുകളുമായി കൂടുതൽ ഇടപഴകാതിരിക്കുക. ഇതുമൂലം നിങ്ങളുടെ മാനസികാരോഗ്യം വളരെ മെച്ചപ്പെട്ടതായിരിക്കും. നിങ്ങൾക്ക് പെട്ടെന്ന് പണം ലഭിക്കും. അതിനാൽ പ്രത്യേകിച്ചും ഏതെങ്കിലും നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ ബന്ധപ്പെട്ടവർ ഈ സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള റിസ്ക് എടുക്കുന്നതിന് മുമ്പ് കൂടുതലായി ചിന്തിക്കേണ്ടതുണ്ട്. കുടുംബജീവിതത്തിലെ എല്ലാത്തര ഉയർച്ച താഴ്ചകളിലും നിന്നും നിങ്ങളെ മോചിപ്പിക്കുന്ന അവസ്ഥയുണ്ടാകും. ഇതിനോടൊപ്പം കുടുംബത്തിന്റെ സഹായത്തോടു കൂടി വാടക വീടിന് പകരം സ്വന്തമായി വീടെടുക്കുന്നതിനും ചിലർക്ക് വിജയം കൈവരിക്കാൻ സാധിക്കും. ഈ ആഴ്ച നിങ്ങൾ ആരുമായെങ്കിലും ഒരു പുതിയ പ്രോജക്റ്റ് അല്ലെങ്കിൽ പങ്കാളിത്ത ബിസിനസ് ആരംഭിക്കുന്നത് ഒഴിവാക്കണം. ഈ സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ ചിന്തിച്ച് തീരുമാനമെടുക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകും. അതിനാൽ ഭാവിയിൽ നിങ്ങൾ കഷ്ടത അനുഭവിക്കുന്നതിൽ നിന്ന് മോചിതനാകും. ഈ ആഴ്ച നിങ്ങളുടെ മരുമക്കളുമായി നിങ്ങളുടെ ബന്ധം മെച്ചപ്പെട്ടേക്കാം. വൃശ്ചിക രാശിക്കാർ. ഈ രാശിക്കാർക്ക് ആരോഗ്യം ജീവിതത്തിന്റെ യഥാർത്ഥ സമ്പത്താണ്. ഈ ആഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അത് നടപ്പിലാക്കും. ഇതുമൂലം നിങ്ങൾ എല്ലാവരുമായി പരസ്യമായി ചിരിക്കുകയും തമാശ പറയുകയും ചെയ്യും. എല്ലാ മാനസിക സമ്മർദ്ദങ്ങളെയും മറികടന്ന് വീട്ടിലും ജോലിസ്ഥലത്തും നിലകൊള്ളും. നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആർക്കും പണം കടം കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യാണ്ടിരിക്കുക. അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചേക്കാം. നിങ്ങൾ എല്ലാം വളരെ ഊർജത്തോടെ ചെയ്യുമെങ്കിലും അനാവശ്യമായി എന്തെങ്കിലും കാരണങ്ങൾ നിങ്ങളുടെ മാനസികാവസ്ഥ വഷളാകാൻ സാധ്യതയുണ്ട്. അതുമൂലം നിങ്ങളുടെ കുടുംബജീവിതത്തിലെ നിങ്ങളുടെ സ്വഭാവം അല്പം പരുഷമായേക്കാം. ഈ സമയത്ത് ഭാഗ്യം നിങ്ങളെ പൂർണ്ണമായും പിന്തുണയ്ക്കും. അതിനാൽ നിങ്ങൾ കൈകോർത്ത ഏത് ജോലിയും ഒരു തടസ്സവുമില്ലാതെ പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് കഴിയും. അതിനാൽ ഈ അവസരം നിങ്ങളുടെ കയ്യിൽ നിന്ന് തെന്നിമാറാൻ അനുവദിക്കരുത്. ഇത് പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുകയും ജോലിയിൽ മുന്നേറുകയും ചെയ്യുക. മത്സര പരീക്ഷകളിൽ തയ്യാറെടുക്കുന്നവരാണെങ്കിൽ ഇത് വളരെ അനുകൂലമായ ഒരു സമയമായിരിക്കും. ധനുരാശിക്കാർ. ഉയർന്ന ആരോഗ്യത്തിനായി നിങ്ങളുടെ വ്യായാമം ആരംഭിക്കേണ്ടതാണ്. നിങ്ങളുടെ ദിനചര്യയിൽ നല്ല മാറ്റം ഉൾപ്പെടുത്തുക. സാമ്പത്തികമായി ഈ ആഴ്ച ആളുകൾക്ക് വളരെ ശുഭകരമായിരിക്കും. അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങളുടെ ശ്രമങ്ങളെ ചെറുതായി വീഴാൻ അനുവദിക്കരുത്. കാരണം ഈ സമയത്ത് അനുകൂലമായ ഗ്രഹസ്ഥാനങ്ങൾ നിങ്ങളുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിന് മികച്ച അവസരങ്ങൾ നൽകും. നിങ്ങളുടെ കുട്ടികളുടെ നേട്ടത്തിൽ നിങ്ങൾ അഭിമാനിക്കും. അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങളുടെ വികാരങ്ങൾ മറയ്ക്കുന്നതിന് പകരം അവ അംഗങ്ങൾക്ക് മുന്നിൽ പ്രകടിപ്പിക്കാൻ ശ്രമിക്കുക. കുട്ടികളെ പ്രശംസിക്കുക. ഒരു അടുത്ത സുഹൃത്തിന്റെ സഹായത്തോടെ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹിച്ച ഒരു ഓഫീസറിനെ അല്ലെങ്കിൽ നിക്ഷേപകനെ കണ്ടുമുട്ടാനുള്ള സാധ്യതയുണ്ട്.
അതിനാൽ നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കുക. അതിനായി സ്വയം തയ്യാറാകുക. അല്ലാത്ത പക്ഷം അവരുടെ ചോദ്യങ്ങൾ നിങ്ങളെ അവരുടെ മുന്നിൽ ഒരു മണ്ടനായി കാണിച്ചേക്കാം. നിങ്ങൾ അവർക്ക് മുന്നിൽ നിശബ്ദനായി നിൽക്കേണ്ടി വരും. വിദേശത്ത് ഒരു നല്ല കോളേജിൽ പോയി ഉന്നത വിദ്യാഭ്യാസം നേടണമെന്നുള്ള വിദ്യാർത്ഥികളുടെ സ്വപ്നം ഈ ആഴ്ച മധ്യത്തിൽ അവസരമൊരുക്കും. മകരം രാശിക്കാർ, നിങ്ങളുടെ ആരോഗ്യ ജീവിതം ഈ ആഴ്ച അനുകൂലമായിരിക്കും. നിങ്ങൾക്ക് ഇപ്പോൾ വലിയ രോഗങ്ങളൊന്നും വരാതിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. മെച്ചപ്പെട്ട ആരോഗ്യം ആസ്വദിക്കുകയും വൈറ്റമിൻ സി പോലുള്ള വൈറ്റമിൻസ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുകയും ചെയ്യുക. ഈ ആഴ്ച തുടക്കം മുതൽ അതിൻ്റെ അവസാനം വരെ വായ്പ ആവശ്യപ്പെടുന്ന നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ ശ്രദ്ധിക്കുക. ഈ സമയത്ത് നിങ്ങൾക്ക് അത് ദോഷകരമായി ഭവിച്ചേക്കാം. ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും അനുകൂല സ്ഥാനം കാരണം ഈ ആഴ്ച നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം നിലനിൽക്കും. അത്തരമൊരു സാഹചര്യത്തിൽ പണവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവ പൂർണ്ണമായും നീക്കം ചെയ്യും. ഈ സമയം നിങ്ങൾക്ക് നിങ്ങളുടെ മുതിർന്ന കൂടപ്പിറപ്പുകളുടെ സഹായം നേടാൻ കഴിയും. അത് നിങ്ങളുടെ ഏതെങ്കിലും പ്രശ്നത്തിൽ നിന്നുള്ള മുക്തി നേടാനുള്ള സാധ്യതയായി തിരഞ്ഞെടുക്കാം. വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന രാശിക്കാർക്ക് ഈ ആഴ്ച കാത്തിരിക്കേണ്ടി വരും. അപൂർണമായ ഒരു പ്രമാണം കാരണം നിങ്ങളുടെ കഠിനാധ്വാനം വിലയില്ലാതെ പോയെന്ന് വന്നേക്കാം. കുംഭം രാശിക്കാർ, ഈ സമയത്ത് നിങ്ങൾക്ക് ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരില്ല. എന്നിരുന്നാലും സ്വയം ആരോഗ്യവാനായി ഇരിക്കാൻ യോഗയും വ്യായാമവും നിങ്ങളുടെ ദിനചര്യയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. നിങ്ങൾ ദീർഘകാല നിക്ഷേപങ്ങൾ നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല വരുമാനം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാലും ഇതിനായി നിങ്ങളുടെ വീട്ടിലെ മുതിർന്നവരോട് ആലോചിച്ചതിനു ശേഷം മാത്രം എന്തെങ്കിലും തീരുമാനമെടുക്കുക. സമൂഹത്തിൽ നിങ്ങളുടെ ബഹുമാനം ഉയരും. കൂടാതെ കൂടപ്പിറപ്പുകളുടെ ആരോഗ്യം ഈ സമയം കുറഞ്ഞെന്ന് വരാം. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പണം ചെലവഴിച്ചു എന്ന് വരാം. ഈ സമയത്ത് നിങ്ങളുടെ കുടുംബത്തിലെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടതാണ്. ഇത് നിങ്ങളുടെ ബഹുമാനം ഉയർത്തും. ജോലിസ്ഥലത്തെ നിങ്ങളുടെ ചില പെരുമാറ്റങ്ങൾ നിങ്ങളുടെ മേലുദ്യോഗസ്ഥരെ പ്രകോപിപ്പിക്കുകയും തീവ്രമായി നിരാശപ്പെടുത്തുകയും ചെയ്യും. ഇക്കാരണത്താൽ ചുമതലകളെയും ഉത്തരവാദിത്തങ്ങളെയും കുറിച്ച് അവർ നിരുത്തരവാദികളാണെന്ന് കരുതുകയും നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ മറ്റൊരാളെ ഏൽപ്പിക്കുകയും ചെയ്തു വരാം. മീനം രാശിക്കാർ, മീനം രാശിക്കാർക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴികെ വലിയ രോഗം വരാനുള്ള സാധ്യതയൊന്നും കാണുന്നില്ല. എന്നിരുന്നാലും ഏതെങ്കിലും ദീർഘകാല രോഗമുണ്ടെങ്കിൽ വീട്ടിൽ സ്വയം ചികിത്സ നേടാതെ ഡോക്ടറുടെ ഉപദേശപ്രകാരം ചികിത്സ എടുക്കേണ്ടതാണ്. നിങ്ങൾക്ക് പല സ്ഥലങ്ങളിൽ നിന്നും പണം ലഭിക്കും. ഉചിതമായ അവസരങ്ങൾ ഉപയോഗിച്ച് നിക്ഷേപിക്കാനും നിങ്ങൾക്ക് തീരുമാനമെടുക്കാം. എന്നാൽ നിങ്ങളുടെ ദീർഘനാളത്തെ ഏതെങ്കിലും നിക്ഷേപം ഭാവിയിൽ നിങ്ങൾക്ക് ശുഭകരമായ ഫലങ്ങൾ നൽകും. നിങ്ങളുടെ മൂത്ത കൂടപ്പിറപ്പിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക സഹായം നിങ്ങൾ ആവശ്യപ്പെട്ടിരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പ്രതികൂല മറുപടിയായിരിക്കും ലഭിക്കുന്നത്. നിങ്ങളുടെ മോശം സാമ്പത്തിക സ്ഥിതി ചൂണ്ടിക്കാട്ടി നിങ്ങളുടെ കൂടപ്പിറപ്പ് ഏതെങ്കിലും തരത്തിൽ സഹായം നൽകാൻ വിസമ്മതിക്കും. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് പെട്ടെന്ന് വിജയം നേടാം. അതിനാൽ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഉത്സാഹത്തോടെ പ്രവർത്തിക്കുകയും പ്രയോജനമില്ലാത്ത കാര്യങ്ങൾക്ക് സമയം പാഴാക്കാതിരിക്കുകയും ചെയ്യുക. നക്ഷത്രവാരഫലത്തിന്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും പങ്കുവയ്ക്കാൻ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. നല്ലൊരു ദിനം നേരുന്നു. നന്ദി, നമസ്കാരം.